നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വരാൻ കാര്യമേ, നമ്മുടെ യമനിൽ വധശിക്ഷ കാത്തു കിടക്കുന്ന നിമിഷപ്രിയയുടെ കേസ് എല്ലാവർക്കും അറിയാം. അതിപ്പോൾ വധശിക്ഷ മരവിപ്പിച്ചുകൊണ്ടൊരു ഉത്തരവ് യമനിൽ വന്നിട്ടുണ്ട്. അതിന് കാരണക്കാരായ കുറേ ആൾക്കാർ നമ്മൾ ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. ശ്രീമാൻ ചാണ്ടിയുമൻ MLA, അതേപോലെ സംസ്ഥാന ഗവർണർ, അതുപോലെ അമിത്ഷാ, നരേന്ദ്രമോദി, ഇന്ത്യൻ എംബസി, ഇന്ത്യയുടെ സംവിധാനങ്ങൾ എത്രത്തോളം ശക്തമാണ് എന്നുള്ളതിന് തെളിവാണിത്. ഒരുപക്ഷെ കേരളത്തിലെ മാപ്രകൾ ജമാഅത്തെ ഇസ്ലാമിയെയും ചില ജിഹാദി കൂട്ടുകെട്ടിനെയൊക്കെ സുഖിപ്പിച്ചും അവരെയൊക്കെ പൊക്കിയൊക്കെ ഈ കേസുമായി ബന്ധപ്പെട്ട് വലിച്ചഴിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അവരാരൊക്കെയോ എന്തൊക്കെയോ ശ്രമിച്ചിട്ടാണ് ഇതിനിങ്ങനെ ഒരു പരിഹാരം കണ്ടു എന്നൊക്കെ പറഞ്ഞ് വന്നിട്ടുണ്ട്. പക്ഷേ ആക്ഷൻ കൗൺസിൽ അതെല്ലാം തെള്ളിക്കൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. അതിൻ്റെ വാർത്തകൾ ഇന്ന് ഉച്ച മുതൽ കേരളത്തിലെ മീഡിയകൾ ബ്രേക്ക് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അതിന് BJP കേന്ദ്രത്തിലിരിക്കുന്ന BJP അല്ലെങ്കിൽ അഥവാ നരേന്ദ്രമോദി സർക്കാർ എത്രത്തോളം ഇന്ത്യയിലെ ഓരോ ജനങ്ങൾക്കും വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നു, എവിടെയൊക്കെ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ ആ വിധത്തിലൊക്കെ BJP സർക്കാർ കൈകാര്യം ചെയ്യുന്നതിൻ്റെ ഫലമാണ് ഇന്നിപ്പോൾ നിമിഷപ്രിയയുടെ വധശിക്ഷ മരവിപ്പിച്ചുകൊണ്ടുള്ള ഉത്തരവ് വന്നിരിക്കുന്നത്. യമനിലെ കാര്യങ്ങൾ അറിയാം. യമനിൽ നിന്ന് മാത്രമല്ല, അറേബ്യൻ കൺട്രീസിലൊക്കെ അവരുടേതായ ചില നിയമങ്ങൾ പ്രകാരമാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. മറ്റ് രാജ്യങ്ങൾക്കൊക്കെ ഇടപെടുന്നതിനൊരു പരിധിയുണ്ട്. പക്ഷേ ഇന്ത്യ കുറേ കാലമായി BJP സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം അറേബ്യൻ രാജ്യങ്ങളിലൊക്കെ നടത്തുന്ന ഇടപെടലുകൾ, പല കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നതാണ്. എത്ര ക്ലിയറായിട്ടാണ് കൈകാര്യം ചെയ്യുന്നത്. അതെന്തോ ഡിപ്ലോമാറ്റിക് രീതിയിൽ നോക്കുകയാണെങ്കിൽ BJPയുടെ ഒരു വലിയ വിജയം തന്നെയാണ് ഈ ഓരോ പ്രാവശ്യവും BJPയുടെ ഇടപെടലിൽ കൂടി പിന്നെയും തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഖത്തർ ആയിക്കോട്ടെ, കുവൈറ്റ് ആയിക്കോട്ടെ, സൗദി ആയിക്കോട്ടെ, യമൻ ആയിക്കോട്ടെ, ഏത് രാജ്യമാണെങ്കിൽ പോലും ഇന്ത്യയോട് എടുക്കുന്ന നിലപാട് ഒരു എന്താ പറയേണ്ടത്, ഒരു സുഹൃത്തിനെ ചേർത്ത് പിടിക്കുന്നത് പോലെയാണ് ഇന്ത്യയോട് ഇപ്പോൾ കണ്ടുവരുന്നത്. നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്ന ഈ 2014 മുതൽ ഇങ്ങോട്ട് കണ്ടുവരുന്നത് ആ രീതിയിലാണ്. വലിയൊരു മാറ്റം ഇന്ത്യ മാറിക്കൊണ്ടിരിക്കുന്നു. ലോകത്ത് ഇന്ത്യയുടെ സ്ഥാനം എവിടെയാണെന്ന് നമ്മൾ ഓരോ ഇന്ത്യക്കാരും അഭിമാനത്തോടുകൂടി എല്ലാ ദിവസവും കാണാൻ പറ്റുന്നുണ്ട്. യുദ്ധങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളിൽ പരസ്പരം രണ്ട് രാജ്യങ്ങളും ഇന്ത്യയുടെ വിമാനങ്ങൾക്ക് വേണ്ടിയിട്ട് അവരുടെ യുദ്ധം നിർത്തിവെക്കുന്നു, അവർക്ക് വഴിയൊരുക്കുന്നു, അവർക്ക് സഹായങ്ങൾ ചെയ്യുന്നു. എന്ത് അഭിമാനമാണ് ഇന്ത്യക്കാരനെന്ന രീതിയിൽ നമുക്കുണ്ടാകുന്നത്. എന്തായാലും ഇതിനൊക്കെ കാരണക്കാരായ ഈ നിമിഷപ്രിയയ്ക്ക് അവരുടെ വധശിക്ഷ മരവിപ്പിക്കാൻ കാരണക്കാരായ എല്ലാ ആൾക്കാർക്കും നന്ദി അറിയിപ്പിക്കുന്നു. അതുപോലെ തന്നെ ഇന്ത്യൻ ഗവൺമെൻറ് ശക്തമായി മുന്നോട്ട് പോകട്ടെ. ഇങ്ങനെയുള്ള നല്ല നല്ല വാർത്തകൾ കേൾക്കാനിടയാവട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നല്ലൊരു വീഡിയോയുമായി ഇനിയും കാണാം. ജയ് ഹിന്ദ്.